കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. അറബി ഭാഷയിലെ ജുഹദ് എന്ന മൂലധാതുവിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. പരിശ്രമിക്കുക, കഷ്ടപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. ജിഹാദിനാകട്ടെ കഠിനമായി പരിശ്രമിക്കുക, കഷ്ടപ്പെടുക എന്ന അർത്ഥങ്ങളും. കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. 8 നോമ്പിൻ്റെ ചരിത്രം തന്നെയും പെൺമക്കളുടെ ചാരിത്രവും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ മാതാപിതാക്കൾ ഏറ്റെടുത്ത ത്യാഗത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമാണല്ലോ. ഈ വസ്തുത മേൽ പ്രസ്താവിച്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഒരിക്കൽ പറഞ്ഞു, കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെൻ്ററുകൾ ആകുന്നു, തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന്. വേറെ ആരുമല്ല, അതിൻ്റെ മുഴുവൻ ചുമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവുമൊക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. നമുക്കതറിവുള്ളതാണ്. വർഗീയതയും വിദ്വേഷവും വെറുപ്പും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടും ഉണ്ട്. ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. ഇതിൻ്റെ കാര്യമാണല്ലോ ഞാൻ മുകളിൽ പറഞ്ഞത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആയുധമെടുത്ത് മറ്റ് മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികൾ ആരും എളുപ്പത്തിൽ തിരിച്ചറിയാത്ത മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജിഹാദികളുടെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളല്ലാത്തവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. ലക്ഷ്യം മതവ്യാപനവും മുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം 2 മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. ദുരുപയോഗിക്കുക, മതം മാറ്റുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വിശ്വാസത്യാഗം ചെയ്യിക്കുക, സാമ്പത്തിക നേട്ടമുണ്ടാക്കുക മുതലായ ലക്ഷ്യങ്ങൾ നേടാനാണ് മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചോ മറ്റു മാർഗങ്ങളിലൂടെയോ ജിഹാദികൾ വശത്താക്കുന്നത്. മാതാപിതാക്കളുടെയോ മറ്റു കുടുംബാംഗങ്ങളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നടത്തപ്പെടുന്ന പ്രണയവിവാഹങ്ങളുടെ എണ്ണവും തട്ടിക്കൊണ്ടുപോകലും വിവാഹം കഴിച്ച് കുറേ കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളും കൂടുതലായി അടുത്ത നാടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽപ്പെട്ട ഫാത്തിമ ഹിന്ദു വിശ്വാസിയായിരുന്ന നിമിഷ ആയിരുന്നു അവൾ. ആയിഷ ക്രിസ്ത്യാനിയായിരുന്ന സോണിയ സെബാസ്റ്റ്യൻ ആയിരുന്നു. തുടങ്ങിയവർ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഹിന്ദു ക്രിസ്ത്യൻ മത വിശ്വാസികളായിരുന്ന ഇവർ എങ്ങനെ തീവ്രവാദ ക്യാമ്പുകളിൽ എത്തി എന്ന് ഗൗരവതരമായി പഠിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണൊരു പെൺകുട്ടിയെ വശത്താക്കാൻ സാധിക്കുന്നതെന്ന് വിദഗ്ധ പരിശീലനം നേടിയവരാണ് ജിഹാദികൾ എന്ന് പറയപ്പെടുന്നത്. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മതത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറയാൻ തക്കവിധം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പെൺകുട്ടികളുടെ പെരുമാറ്റത്തിൽ വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കളുടെ നിലവിളികൾ കോടതി പരിസരങ്ങളിൽ അനേക തവണ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടവരായിരിക്കുമല്ലോ. തുടക്കത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നും അറിയുന്നില്ല. അറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ടുപോയി. ആരെയും അറിയിക്കാതെ നോക്കാൻ അറിയാവുന്നവരുടെ നിയന്ത്രണത്തിൽ ആയിപ്പോവുകയാണ് അവർ.
ജിഹാദികളുടെ ഇരയായി കണക്കാക്കുന്നവരുടെയും മിസ്സിംഗ്, ജീവനൊടുക്കുന്നവരുടെയും സൂയിസൈഡ്, പർദ്ദകളിലേക്ക് മാറ്റിയ ശേഷം എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നവരുടെയും കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ തോരാത്ത കണ്ണീര് കേരളത്തിൽ പല കുടുംബത്തിലും ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇളം പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ട്രെയിനിങ് സെൻ്ററുകൾ എന്നുവേണ്ട ഒരുവിധം ആളുകൾ കൂടുന്നിടത്തെല്ലാം തീവ്രവാദ ചിന്താഗതിക്കാരായ ജിഹാദികൾ വലവിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം കടന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ പ്രവർത്തകർക്ക് അവരുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാവാം. ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്: നമ്മളുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അവ കേവലം പ്രണയവിവാഹങ്ങളല്ല, മറിച്ച് നശിപ്പിക്കലുകളാണ്, ഒരു യുദ്ധതന്ത്രമാണ്. ഒരു യുവാവും യുവതിയും തമ്മിൽ സ്നേഹിച്ചാൽ അത് രണ്ട് മതത്തിൽ നിന്നായാൽ എന്താണ് തെറ്റ് എന്നത് ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇന്റർ കൾട്ട് മാരേജ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ അവർ ഏത് വിധമാണ് വിവാഹത്തിലേക്ക് വന്നത് എന്നും തുടർന്ന് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും ഒരു ഗ്രാൻഡ് വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പെൺകുട്ടികളെ വിശ്വാസത്യാഗത്തിലേക്കും തുടർന്ന് ഭീകര പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലവ് ജിഹാദിനെയാണ് എതിർക്കുന്നത്. നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ എണ്ണം കൂടി വരുന്നു എന്നത് അനുദിന വാർത്തകളുടെ ഒരു കലവറയായിട്ട് മാറുകയാണ്. രണ്ടാമത് നാർക്കോട്ടിക് അല്ലെങ്കിൽ ഡ്രഗ് ജിഹാദാണ്. ആ മുസ്ലിങ്ങളായവരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്ന രീതിയെയാണ് നാർക്കോട്ടിക് അഥവാ ഡ്രഗ് ജിഹാദ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. വർദ്ധിച്ചു വരുന്ന കഞ്ചാവ്, മയക്കുമരുന്ന് കച്ചവടങ്ങൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നത് വ്യക്തമാണല്ലോ. തീവ്ര നിലപാട് പുലർത്തുന്ന ജിഹാദികൾ നടത്തുന്ന ഐസ്ക്രീം പാർലറുകൾ, മധുരപാനീയ കടകൾ, ഹോട്ടലുകൾ മുതലായവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ അമുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള ആയുധമായി വിവിധ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന റേവ് പാർട്ടികളും അവയിൽ നിന്ന് പിടിക്കപ്പെടുന്നവരുടെ വിവരണങ്ങളും ഈ വസ്തുത വീണ്ടും നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു. മയക്കുമരുന്നിൽപ്പെട്ട് രോഗികളായി പഠനവും ജോലിയും ഉപേക്ഷിച്ച് ജീവിതം തകർക്കുന്നവരുടെ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് യുവജനങ്ങൾ നേരിടുന്ന ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പരാമർശിച്ചത്. ഈ ലിസ്റ്റ് ഇവിടം കൊണ്ട് തീരുന്നതല്ല. കലാ സാംസ്കാരിക രംഗങ്ങളിലെ അന്യമത വിദ്വേഷങ്ങൾ, മറ്റ് മതങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കുകയും ഇകഴ്ത്തിക്കാണിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ, പ്രത്യേക ഭക്ഷണം, ഹലാൽ ഫുഡ് തുടങ്ങിയ ബിസിനസ് തന്ത്രങ്ങൾ, മാർക്കറ്റിലുള്ള വിലയേക്കാൾ 10 മടങ്ങ് വില നൽകിക്കൊണ്ടുള്ള വൻകിട ഭൂമി ഇടപാടുകൾ, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, ആയുധക്കടകൾ തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരം വാർത്തകളൊക്കെ തമസ്കരിക്കുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്യുന്ന മാധ്യമ നിലപാടുകളും പലതരത്തിൽ പൊതുസമൂഹത്തെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ നമ്മുടെ യുവജനങ്ങൾ നിതാന്ത ജാഗ്രത ഉള്ളവരായിരിക്കണം. പലതരത്തിലുള്ള ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന ബോധ്യം വേണം. അവയെപ്പറ്റി പഠിക്കുകയും പ്രതിവിധികൾ നേടുകയും ചെയ്യണം. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കണം. മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ആത്മീയ പാലകരോടും തുറന്ന സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവരുടെ ഉപദേശം സ്വീകരിക്കുകയും വേണം. ക്രൈസ്തവ വിശ്വാസത്തെ കൂടുതലായി അറിയണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം. ക്ലബ് ഹൗസ്, ഇൻസ്റ്റഗ്രാം,
ഫേസ്ബുക്ക് മുതലായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സൗഹൃദങ്ങളിൽ അപകട സാധ്യത കൂടുതലുണ്ട് എന്ന് തിരിച്ചറിയണം. തീവ്ര നിലപാടുകളുള്ള അന്യമത വിശ്വാസികളുമായി വിരുന്ന പാർട്ടികൾക്ക് പോകണമോ എന്നും വിവേകത്തോടെ ആലോചിക്കേണ്ടതാണ്. റേവ് പാർട്ടികളിൽ പങ്കെടുക്കുന്നവർ ചതിക്കപ്പെടുന്നതായും ദുരുപയോഗിക്കപ്പെടുന്നതായും യുവജനങ്ങൾ തന്നെ പല വേദികളിലും പറയാറുണ്ട്. നിതാന്ത ജാഗ്രതയാണ് യുവജനങ്ങൾക്ക് വേണ്ടത്. ഇടമുറിയാത്ത പ്രാർത്ഥനയാണ് മാതാപിതാക്കൾക്ക് വേണ്ടത്. ജ്വലിക്കുന്ന തീഷ്ണതയാണ് ഇവരുടെ നേർക്ക് അജപാലകർക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ 8 നോമ്പ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ 8-9 നൂറ്റാണ്ടുകളിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ വിശുദ്ധ കർമ്മം നമ്മൾ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മുടെ വിശ്വാസത്തോട് ചേർത്ത് നിർത്തിയത് എന്ന് പഠിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ പറയാതിരുന്നാൽ അതൊരു തെറ്റായിരിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. കുട്ടിക്കാലം മുതൽ അനേകം ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ഇടപഴകി കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. എനിക്കിന്നും ഈ 2 സമൂഹത്തിലെ ആളുകളുമായിട്ട് വളരെയേറെ ബന്ധവും അടുപ്പവുമുണ്ട്. നമ്മൾ അവരുടെ പൊതുവായ കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ സമുദായത്തിലെ ആൾബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉള്ളവർ തന്നെ അനിയന്ത്രിതമായി വിദേശത്തേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാട്ടിൽ ജീവിക്കുന്നവരും വിദേശത്ത് പോകുന്നവരും ഇപ്രകാരമുള്ള ചതിക്കുഴിയിൽപ്പെട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. ഏതെങ്കിലും മറ്റ് മതത്തോടുള്ള വിരോധം കൊണ്ടോ എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് ഈ തിരുനാൾ ദിനത്തിൽ ഈ കാര്യം നിങ്ങളോട് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. സൂറ മലബാർ സഭയുടെ കുടുംബം ജീവൻ അൽമായർ എന്ന കമ്മീഷൻ ഞങ്ങൾ 3 പിതാക്കന്മാരാണ് ചുമതല നോക്കുന്നത്. കാഞ്ഞിരപ്പള്ളി